നമ്മൾ എത്രാമത്തെ പേജാണ് എടുക്കാനുള്ളത്? തഖ്വീമുൽ ലിസാന് 67. 67 മൂന്നാമത്തെ പേജ്. അപ്പൊ ഇഅ്റാബ് വേറെ, ബിനാ വേറെ, മുഅ്റബ് വേറെ, പിന്നെ മബിനിയ വേറെ. ഒക്കെ രണ്ടും രണ്ടാണ്. ഇഅ്റാബ് വേറെയാണ്, ബിനാ വേറെയാണ്, മുഅ്റബ് വേറെയാണ്, മബിനിയ വേറെയാണ്. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ അത് എവിടെ പരിഗണിക്കുക എന്നറിയോ? എവിടെ പരിഗണിക്കുക? പദത്തിന്റെ അവസാനം വരുന്നിടത്താണ് ഇഅ്റാബ് ഉണ്ടാകുക. സൈദുൻ, പിന്നെ ഇദൻ, പിന്നെ സൈദിൻ. അതാണ് ഇഅ്റാബ്. ബിനാ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തിലും ഉണ്ടാകാം, പിന്നെ നടുവിലും ഉണ്ടാകാം, അവസാനത്തിലുണ്ടാവും. അവസാനത്തിലുണ്ടാകാം. ഇപ്പൊ സയ്യിദ് എന്ന് പറയുന്നിടത്ത് ദുൻ എന്നുള്ളതാണ് ഇഅ്റാബ്. മറ്റേ രണ്ടും ബിനാ ആണ്. ഏത് രണ്ടും? സാ എന്ന് പറഞ്ഞിടത്തുള്ള സാന്റെ ഫത്ഹും സൈ എന്ന് പറഞ്ഞിടത്തുള്ള യാഇന്റെ സുക്കൂനും അതേതാണ്? ബിനാ ആണ്. എന്താ ബിനാ പറഞ്ഞാല്? മാറ്റല്ലാത്തത്. അപ്പൊ സയ്യിദ് എന്ന് പറഞ്ഞാല് ഇഅ്റാബും ഉണ്ട്, പിന്നെ ഏതുണ്ട്? ബിനാവും ഉണ്ട്. ഏതാണ് ഇഅ്റാബ് അറിയണത്? എവിടെയാണ്? സയ്യിദുൻ, അതാണ് ഇഅ്റാബ്. അംറുൻ, ബഖറുൻ, ഖാലിദുൻ. അവസാനം വരുന്നതാണ് ഏത്? ഇഅ്റാബ്. എന്നാൽ ഒന്നാമത്തെ അക്ഷരത്തിലും രണ്ടാമത്തെ അക്ഷരത്തിലും വരുന്നതാണ് ഏത്? ബിനാ. അപ്പൊ സയ്യിദ് പറഞ്ഞതിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ട്? ഇഅ്റാബുണ്ട്, ബിനാവുണ്ട്. ബിനാ ഏതാണ്? ഇഅ്റാബ് പറയുന്നത് ഏതാണ്? ദുൻ എന്നുള്ളത്. ഇഅ്റാബ് പദത്തിന്റെ അവസാനാണ് ഉണ്ടാകുക. ബിനാ ആദ്യത്തിലുണ്ടാകാം, അവസാനത്തിലുണ്ടാകാം, നടുവിലുണ്ടാകാം. ഐന, ഈ ഐന എന്നുള്ള പദം ഫുള്ള് ബിനാ ആണ്. ഐനാന്നോടത്തുള്ള ഹംസന്റെ ഫത്ഹ് ബിനാ ആണ്, യാഇന്റെ സുക്കൂന് ബിനാ ആണ്. ഐന എന്ന് പറഞ്ഞിടത്ത നൂനിന്റെ ഏതാ? ഫത്തോ കസ്റോ? ഫത്ത്. അതാണ് ഒന്നായിട്ട് മബിനിയാണ്. ഐന എന്നുള്ള പദത്തിൽ ഏതില്ല? ഇഅ്റാബില്ല. ഏതാണ് അതിലുള്ളത്? ബിനാ ആണ്. അപ്പൊ ഇഅ്റാബും ബിനാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇഅ്റാബ് എവിടെയാണ് ഉണ്ടാകുക? പദത്തിന്റെ അവസാനം. ബിനാ എന്ന് പറയുന്നതോ ആദ്യത്തിലും ഉണ്ടാകാം, നടുവിലും ഉണ്ടാകാം, അവസാനത്തിലും. പിന്നെ നമ്മൾ പറഞ്ഞത് മുഅ്റബ്, മബിനി അത് വേറെ. അത് രണ്ടും ഒന്നല്ല. ഇഅ്റാബ് ബിനാ വേറെ, മുഅ്റബ് മബിനി വേറെ. മുഅ്റബ് എന്ന് പറഞ്ഞാൽ എന്താ? ആമിലുകൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് നൗണിന്റെ അവസാനം എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ജാഅ സൈദുൻ, ജാഅ വന്നപ്പോ എങ്ങനെയാ വായിച്ചത്? സൈദുൻ. അവിടെ ഇനി റഅയ്തു വരുമ്പോ എങ്ങനെയാ വായിക്കേണ്ടത്? സൈദൻ. ബാ വരുമ്പോ എങ്ങനെയാ വായിക്കേണ്ടത്? സൈദിൻ. അതാണ് മുഅ്റബ്. മബിനി അങ്ങനല്ല. ഹാദാ, ഹാദിഹി,
ഉലായിക ആ ഉലായി ഇതിലൊന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ജാഅ ഹഉലായി ജാഅന്റെ ഫായില അപ്പൊ റഫ ഉണ്ടോ? ഇല്ല. ഇല്ല. റഅയ്തു ഹഉലാ ഇല്ല എന്ന് പറഞ്ഞാൽ പദത്തിലില്ല. നമ്മൾ എന്ത് സങ്കല്പിക്കണം? അവസാനം ഉണ്ട് ഹഉലായി എന്നുള്ളത് ഫി മഹല്ലി റഫഇ എന്നാ പറയാ. മർഫൂഉൻ ബിളമ്മത്തിൻ മുഖദ്ദറത്ത് എന്നാ പറയാ. നമ്മൾ എന്താക്കണം? അവിടെ എന്തുണ്ട് എന്ന് സങ്കല്പിക്കണം. റഫ ഉണ്ട് എന്ന് സങ്കല്പിക്കണം. റഅയ്തു ഹഉലായി അപ്പൊ അവിടെ എന്തുണ്ട് എന്ന് സങ്കല്പിക്കണം. റഅയ്തു ഹഉലായി എന്ന് പറയുമ്പോ ഹഉലായിന്റെ അവിടെ എന്തുണ്ട് എന്ന് സങ്കല്പിക്കണം. റഅയ്തു എന്ന് കാണുമ്പോ പിന്നെ ഞാൻ എന്താ വരണ്ടേ? അപ്പൊ അവിടെ മൻസൂബ് ഉണ്ട് എന്ന് കരുതണം. റായിത്തു ഔലായി എന്നോടത്ത് എവിടെ നെസ്ബ് വെച്ചാൽ അത് സാങ്കല്പികാണ്, മബിനിയാണ്. എന്ത് ചെയ്യൂല? വെളിവാവൂല, ഉണ്ട് എന്ന് സങ്കല്പിക്കുക. മറർത്തു ബി ആ ഉലായി ബാ വരുമ്പോ ഒരു ഔലായിന്റെ ജെറുണ്ടല്ലോ, ആ ജെറ അതിന്റെ ജെറല്ല, അത് മബിനിയന്റെ ജെറ. ബി ആവുലായി എന്ന് പറയുമ്പോ ബാർഫ് ജാറ് ആവുലായി മജറൂർ ആ ജെറ് ആവുലായിലുള്ള ജെറ് ഏത് ജെറല്ല? മജറൂറായ ജെറ് അല്ല. ആ പിന്നെ നമ്മൾ നഹ്വു കൗലിക എന്ന വായിക്കണ്ട കേട്ടോ. മുമ്പ് എവിടെ വന്നില്ലേ? നഹ്വു കൗലുക എന്നല്ല. എങ്ങനെ വായിക്കേണ്ടത്? നഹ്വു കൗലിക നിന്റെ വാക്കിലുള്ളത് പോലെ. നഹ്വു പറഞ്ഞാൽ പോലെ എന്നാ. അപ്പൊ നഹ്വു കൗലിക എന്ന് എന്താ അർത്ഥം? നിന്റെ വാക്കില് ഉള്ളത് പോലെ. പിന്നെ ആകെ മുഅറബ് സംസാരത്തിലുള്ള മുഅറബ് എത്രണ്ണം എന്നാ പറഞ്ഞത്? 2 എണ്ണം. ഒന്ന് അൽ ഇസ്മുൽ മുതമക്കിനു ഇറാബ് ചെയ്യാൻ സൗകര്യമുള്ള ഇസ്മ്. രണ്ടാമത്തേത് ഏതാണ്? വൽ ഫിഅലുൽ മുളാരി. ഫിഅലുൽ മുളാരി. അപ്പൊ ഏതൊക്കെയാണ് മുഅറബ് ഉള്ളത് വെച്ചാൽ എന്താ പറയാ? ഒന്ന് അൽ ഇസ്മുൽ മുതമക്കിനു ഇറാബ് ചെയ്യാൻ സൗകര്യമുള്ള ഇസ്മ്. രണ്ടാമത്തത് മുളാരിയായ ഫീല്. പിന്നെ എങ്ങനെയാണ് മുളാരിയായ ഫീലിനെ അറിയാ? അതിന്റെ ആദ്യത്തിൽ ഏതുണ്ടാകും? ഏതാണ്ടാകുക? ഹംസ ഉണ്ടാവും, അല്ലെങ്കിലോ നൂനുണ്ടാവും, അല്ലെങ്കിൽ ഏതുണ്ടാവും? ഉണ്ടാവും. നോക്കോളി. പിന്നെ ബാബുൻ ഇത് ഒരു ബാബാണ്. റസീൻ എന്ന് വായിച്ച ആ സെന്റൻസ് ഞാനല്ല കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച വായിച്ച എന്താ എനിക്കെന്റെ കൂടുതലാവും. എന്തെങ്കിലും അങ്ങോട്ട് വായിച്ചൂട്. ചിത്ര പേടിച്ചിരിക്കാം. തെറ്റിയാ തെറ്റിക്കോട്ടെ. വായിച്ചത് ശീലിക്കണം. വായിച്ചോടെ. ബാബോൻ അൽ ഇസ്മിൽ മുതല്ലി. പിന്നെ ഇല്ലത്തി. പിന്നെ സലാസത്തൊന്നും വായിച്ചാൽ ഒരു കുഴപ്പമില്ല. ഫായിലാണ്. അപ്പൊ എങ്ങനെ വായിക്ക? കൗലുക. വായ് എന്ന് പറഞ്ഞാ മുഅ്തല്ലായ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ? മുഅ്തല്ലായ ഇസ്മ പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അവസാനത്തിൽ ഏതുണ്ടാവും? വാവോ അലിഫോ യാവോ ഉണ്ടാവും. നോയിക്കോളി. ബാബുൻ
ഇത് ഒരു അധ്യായമാണ്. എന്തിനെ കുറിച്ചുള്ള അധ്യായാണ്? ഫീ ഇഅ്റാബി ഇസ്മിൽ മുഅ്തല്ലി, മുഅ്തല്ലായ ഇസ്മിന്റെ ഇഅ്റാബുകളെ കുറിച്ചുള്ള ഒരു അധ്യായമാണിത്. എന്തിനെ കുറിച്ചുള്ള? മുഅ്തല്ലായ ഇസ്മിന്റെ ഇഅ്റാബിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അധ്യായമാണ്. എങ്ങനെ ഞാൻ വായിച്ചത്? ഫീ ഇഅ്റാബിൽ ഇസ്മിൽ മുഅ്തല്ലി, മുഅ്തല്ലായ ഇസ്മിന്റെ ഇഅ്റാബുകളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. മലയാളം എന്താ? ഇല്ലത്തിന്റെ ഇസ്മ എന്ന് പറഞ്ഞ അവസാനം ഖാലി. ഏതാ അവസാനം? യാ. ഫതാ. നമ്മളെ മക്സൂറ മങ്കൂസ് അല്ലേ? അതന്നെയാണാ പറയുന്നത്. മക്സൂറ മങ്കൂസ പഠിച്ചിട്ടില്ലേ? അതന്നെയാണാ പറയുന്നത്. ആഖിർ അലിഫ് മുമ്പ് ഫതഹ്, മങ്കൂസ എന്ന് പറഞ്ഞാൽ എന്താ? ആഖിർ യാ മുമ്പ് കസ്ർ. മക്സൂറ ആവുമ്പോ എല്ലാ ഇറാബും സാങ്കല്പിക ഇക്കാരം. മങ്കൂസ ആവുമ്പോഴോ ഒരു ഇറാബ് വെളിവാകും. ഏതാ വെളിവാകുക? എന്ന് പറയുമ്പോ ഏതാ വെളിവാകുക? നസ്ബ് വെളിവാകും. പറയട്ടെ. ബാബുൻ, ഇതൊരു അധ്യായമാണ്. ഫീ ഇഅ്റാബിൽ ഇസ്മിൽ മുഅ്തല്ലി, മുഅ്തല്ലായ ഇസ്മിന്റെ ഇഅ്റാബിൽ പറയപ്പെടുന്ന അധ്യായമാണ്. ബാബു എന്നുള്ളതിന്റെ തർക്കീബ് എന്താ? ഖബറു മുബ്തദഇൻ മഹ്ദൂഫിൻ. ആദാനുണ്ട്. ഇതിപ്പോ ഇനി പുതിയതായി പറയല്ല. ബാബ് എന്നുള്ളത് എവിടെ വന്നോ? എന്തേക്കാരം അതിന്റെ തർക്കീബ്? എന്തേക്കാരം? കളയപ്പെട്ട മുബ്തദയുടെ ഖബറൈക്കാരം. തൊള്ളൊഴിച്ചിരിക്കണ്ട. എവിടെ ബാബ് എന്ന് വന്നാലും അവിടെയൊക്കെ കളയപ്പെട്ട മുബ്തദാന്റെ ഖബറൈക്കാരം. ഇവിടെ ഹാദാ ബാബുൻ എന്നുണ്ടാകും. എന്നിട്ട് ഇതിനെ കളഞ്ഞേക്കാണ്. ഇതിനെ കളഞ്ഞേക്കണേ. അതിനെ കളഞ്ഞിക്കണ. അത് മുബ്തദ, അതിന്റെ ഖബറാണത്. എന്തിലുള്ള? ഫി ഇഅ്റാബിൽ ഇസ്മി, ഇസ്മിന്റെ ഇഅ്റാബിലുള്ള. ഫി ഹർഫ് ജാർ, ഇഅ്റാബി മുളാഫ്. എങ്ങനത്തെ ഇസ്മ്? അൽ ഇസ്മി മുളാഫുൻ ഇലൈഹി. എങ്ങനത്തെ ഇസ്മ്? അൽ മുഅ്തല്ലി, മുഅ്തല്ലായ. എന്താണ്? നഅത്ത്. ആ ഇസ്മിന് നഅത്താണ്. മുഅ്തല്ലി പറഞ്ഞാൽ അതാ പറയണത്. വഹുറൂഫുൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ. അപ്പൊ എന്താ സെന്റൻസ്? ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ അറിയുമ്പോ ഓഫുണ്ടോ? അപ്പൊ എന്താ ഈ കാരം? മുളാഫ് മുളാഫിലൈഹി. വഹുറൂഫുൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ സലാസത്തുൻ, മൂന്നെണ്ണമാണ്. അവിടെ ഒരു സെന്റൻസാ. ഹുറൂഫുൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ സലാസത്തുൻ, മൂന്നെണ്ണമാണ്. ഹുറൂഫോ മുബ്തദ, പിന്നെ മുളാഫ്. അൽ ഇല്ലത്തി
മുലാഫുൻ മുലാഫുൻ ഇലൈഹി. സലാസത്തുൻ മൂന്നെണ്ണമാണ്. ഖബർ ഖബർ. എന്തിനാണ് സലാസത്തു എന്ന് പറഞ്ഞത്? സലാത്തു എന്ന് പറഞ്ഞാ പോരെ? എന്തിനാ സലാസത്തു എന്ന് പറഞ്ഞത്? മഴദൂത് ഇവിടെ ഏതാണ്? എപ്പോഴാ പെണ്ണാക്കുക? മഴദൂത് ഏതാവുമ്പോ? ആണാവുമ്പോ. ഇവിടെ ഏതാ മഴദൂത്? ഹർഫാണ്, അതാണാ. അതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത്? സലാസത്തുൻ. മഴദൂത് ആണായപ്പോ അതതിനെ എന്താക്കി? പെണ്ണാക്കി. ആ അപ്പൊ ഹുറൂഫുൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ സലാസത്തുൻ മൂന്നെണ്ണമാണ്. മുബ്തദിയായി ഖബറുമായി. യജ്മഉഹാ ആ മൂന്നെണ്ണത്തെ ഒരുമിച്ചു കൂട്ടും. ഫിൽ ലഫ്ളി പദത്തിൽ, വാക്കിൽ അവകളെ ഒരുമിച്ചു കൂട്ടും. ഖൗലുക നിന്റെ വാക്ക് ഒരുമിച്ചു കൂട്ടും. എന്താണ് നിന്റെ വാക്ക്? വായ്. ഏത് വാക്ക്? വായ് എന്നുള്ള വാക്ക്. നമ്മുടെ തൊള്ളയിലുള്ള വായ് അല്ലല്ല, അതിനും വായ് തന്നെ പറയാ. വായ് അറിയില്ല ഏതൊക്കെ ഉണ്ട്? വാവുണ്ട്, അലിഫുണ്ട്, യാവുണ്ട്. ഇതിനാണ് ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയാ. അലിഫ്, വാവ്, വീക്ക്. വീക്ക് അക്ഷരങ്ങൾ എന്നാണ് അർത്ഥം. മുഴത്തല്ല വീക്ക് എന്നാണ് അർത്ഥം. വീക്ക് അക്ഷരം, ബലഹീനമായ അക്ഷരം. എന്താ അർത്ഥം? യജ്മഉഹാ അവകളെ ഒരുമിച്ചു കൂട്ടും. ഫിൽ ലഫ്ളി വാക്കില്, ഖൗലുക നിന്റെ വാക്ക് ഒരുമിച്ചു കൂട്ടും. വായ് വായ് എന്നുള്ള അക്ഷരം ഒരുമിച്ചു കൂട്ടും. ഹാ എന്ന് പറഞ്ഞാൽ അത് ഏതാ? യജ്മഉഹ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലത്തിന്റെ അക്ഷരങ്ങളെ. പെണ്ണായതുകൊണ്ടാണ് നമീർ എങ്ങനെ ആക്കിക്കണേ? ആണാക്കിയത്. അപ്പൊ യജ്മഉ ഒരുമിച്ചു കൂട്ടും. ഹാ ഇല്ലത്തിന്റെ അക്ഷരങ്ങളെ. ലഫ്ളി വാക്കിൽ ഒരുമിച്ചു കൂട്ടും. എന്താണ് ഒരുമിച്ചു കൂട്ടുക? ഖൗലുക നിന്റെ വാക്ക് ഒരുമിച്ചു കൂട്ടും. ശരി. യജ്മഉ ജമഅ യജ്മഉ. യജ്മഉ ഒരുമിച്ചു കൂട്ടും. ഹാ ആ ഇല്ലത്തിന്റെ അക്ഷരങ്ങളെ. അതെന്തേക്കാരം? മുഖദ്ദം. എവിടെ ഒരുമിച്ചു കൂട്ടും? ഫിൽ ലഫ്ളി വാക്കിൽ ഒരുമിച്ചു കൂട്ടും. എന്തൊരുമിച്ചു കൂട്ടും എന്ന് വന്നിട്ടില്ല. ഫിൽ ലഫ്ളി ജാറ് മജ്റൂർ. എന്താണ് ഒരുമിച്ചു കൂട്ടുക? ഖൗലുക നിന്റെ വാക്ക് ഒരുമിച്ചു കൂട്ടും. ഖൗലു പ്ലസ് ക നിന്റെ വാക്ക്. ഫായില് പ്ലസ് മുളാഫ്. നിന്റെ ഫായില് യജ്മഉന്റെ ഫായില്. യജ്മഉ ഫിഇല്. ഹാ മഫ്ഊൽ മുഖദ്ദം. ഖൗലു ഫായില് മുളാഫ്. ഖ മുളാഫുൻ ഇലൈഹി. ഏതാണ് ആ വാക്ക്? വായ് വായ് എന്നുള്ള അക്ഷരം. ഫൽ അലിഫു അപ്പോൾ അലിഫ്. തൻഷഉ ആ അലിഫ് ഉണ്ടായിത്തീരും. എന്തിൽ നിന്നുണ്ടായിത്തീരും? അനിൽ ഫത്ഹത്തി. എന്തിൽ നിന്നുണ്ടായിത്തീരും? ഫത്ഹത്തിൽ നിന്നുണ്ടായിത്തീരും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഫത്ഹത്തിനെ നീട്ടാൻ എന്തിനെ കൊണ്ടുവരിക? അലിഫിനെ കൊണ്ടുവരിക. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അലിഫ് ഫത്ഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? ഫത്ഹിനെ നീട്ടാൻ വേണ്ടി എന്തിനെ കൊണ്ടുവരിക? അലിഫിനെ. ഇപ്പൊ സെയ്ദ് എന്നുള്ള ഫത്ഹിനെ നീട്ടാൻ എങ്ങനെ കൊണ്ടുവരിക? എന്തിനെ കൊണ്ടുവരിക? ഇനി നോക്കിക്കോളി. അപ്പൊ ഫൽ അലിഫു അപ്പോൾ അലിഫ്. തൻഷഉ ആ അലിഫ് ഉണ്ടായിത്തീരും. അനിൽ ഫത്ഹത്തി ഫത്ഹത്തിൽ നിന്നുണ്ടായിത്തീരും.
ആ എന്താ തർക്കീബ്? അൽ അലിഫു മുബ്തദ മുബ്തദ. തൻഷഉ ആ അലിഫുണ്ടായിത്തീരും. എന്തൊക്കെയുണ്ട്? ഫീലും ഫായിലും ഖബർ. ഫീലുണ്ട്, ഫായിലുണ്ട്, ഖബറുമാണ്. നശഅ ഉണ്ടായി, യൻഷഉ ഉണ്ടാകും, തൻഷഉ അതുണ്ടാകും. ഈയാണ് അലിഫ് എന്നുള്ളതിനെ പെണ്ണായിട്ടാ പരിഗണിക്കണം. അതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞേ? എങ്ങനെ പറഞ്ഞത്? ഹാ പറഞ്ഞത്. അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാ മതി? യാ യാ ഏത് പറഞ്ഞാ മതി? യൻഷഉ എന്ന് പറഞ്ഞാ മതി. പിന്നെ എന്തുകൊണ്ടാ അവിടെ തൻഷഉ ഉണ്ടാക്കിയത്? ആ അലിഫ് എന്നുള്ള പദത്തെ എന്തായിട്ടാ ഉപയോഗിക്കണത്? ആ സ്ത്രീലിംഗം. വൽ വാവു വാവ് തൻഷഉ ആ വാവ് ഉണ്ടായിത്തീരും, അനിൽ ലമ്മത്തി ലമ്മത്തിൽ നിന്നുണ്ടായിത്തീരും. എന്ന് പറഞ്ഞാൽ എന്താ? ലമ്മത്തിനെ നീട്ടാന് എന്തിനെ കൊണ്ടുവരിക? വാവാണ് കൊണ്ടുവരിക. അപ്പൊ വാവാണോ മുമ്പ് ലമ്മുണ്ടാകും? അരിഫാണോ മുമ്പ് ഏതുണ്ടാകും? ഫതഹ് ഉണ്ടാകും. അരിഫ് വന്നോ മുമ്പ് ഏതുണ്ടാകും? ഫതഹ്. പിന്നെ വാവ് എവിടെ വന്നോ അതിന്റെ മുമ്പ് ഏതുണ്ടാകും? ലമ്മുണ്ടാകും. ആ വൽ വാവു വാവ് ഏതന്നെ തർക്കീബ് എന്താ? വൽ വാവു മുബ്തദ. തൻഷഉ ആ വാവ് ഉണ്ടാവും. അതിന് പെണ്ണായിട്ടാ പരിഗണിക്കണത്. എന്തൊക്കെ ഉണ്ട് അതില്? ഫീലുണ്ട്, ഫായിലുണ്ട്. എന്തിൽ നിന്നുണ്ടാവും? അനിൽ ലമ്മ ലമ്മത്തിൽ നിന്ന്, അല്ലെങ്കിൽ ലമ്മത്തിനെ തൊട്ട്. ഫീലുമാണ്, ഫായിലാണോ, എന്തുവാണ്? ഖബറാണ്. ഏതിന്റെ ഖബറ്? വാവ്. ഓരോ സെന്റൻസ് എവിടെ മുറിയണ് എന്നുള്ളത് നോക്കണം. ഓരോ സെന്റൻസ് എവിടെയാണ്? ഇപ്പൊ വൽ അലിഫു തൻഷഉ അനിൽ ഫത്ഹ ഒരു സെന്റൻസ്, വൽ വാവു തൻഷഉ അനിൽ ലമ്മ അത് തനിച്ചൊരു സെന്റൻസ്. ഇനി വൽ യാഉ യാ തൻഷഉ ആ യാ ഉണ്ടായിത്തീരും എന്തിൽ നിന്ന്? അനിൽ കസ്റത്തി എന്തിൽ നിന്ന്? എന്ന് പറഞ്ഞാൽ കസ്റത്തിനെ നീട്ടാൻ എന്തിനെ കൊണ്ടുവരിക? യാനെ കൊണ്ടുവരിക. അപ്പോ ഫതഹത്ത് എന്തിൽ നിന്നുണ്ടാകണതാ? അല്ല അലിഫ് ഫതഹിൽ നിന്ന്. യാ കസ്റ എന്തിൽ നിന്നല്ല, യാ എന്തിൽ നിന്നുണ്ടാകണതാ? കസ്റിൽ നിന്ന്. പിന്നെ വാവ് എന്തിൽ നിന്നുണ്ടാകുന്നതാ? ലമ്മിൽ നിന്ന്. അങ്ങനെ പറയാറുണ്ട്. അതാ വൽ യാഉ യാ തൻഷഉ ആ യാ ഉണ്ടായിത്തീരും അനിൽ കസ്റത്തി എന്തിൽ നിന്ന്? കസ്റത്തിൽ നിന്ന്. നോയിക്കോളി. നഹ്വുൽ അലിഫി അലിഫി ഏതുപോലെ? നഹ്വുൽ അലിഫി ഫിൽ അസാ അസാ എന്നതിലുള്ള അലിഫ് പോലെ. എന്ത്? നഹ്വുൽ അലിഫി ഫിൽ അസ എന്താ അർത്ഥം? എന്നതിൽ നിന്നുള്ള അലിഫ് പോലെ. അലിഫ് എന്താ? അസാറിനുള്ള അലിഫ് പറഞ്ഞാൽ എന്താ? അസ എന്നുള്ള അലിഫ് എന്തിൽ നിന്ന് വന്നതാണ്? അതിന്റെ മുമ്പുള്ള എന്തിൽ നിന്ന് വന്നതാ? ഞാൻ ഈ പറയണ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതോ വെറുതെ ഇരുന്ന് മൂളേ? മനസ്സിലാകുന്നുണ്ട് ഉസ്താദേ, മനസ്സിലാകുന്നുണ്ട്. അത് മതി. അപ്പൊ അലിഫ് ഫതഹിൽ നിന്നാണ് ഉണ്ടാകുക, വാവ് ലമ്മിൽ നിന്നാണ് ഉണ്ടാകുക, യാ എന്തിൽ നിന്നാണ് ഉണ്ടാകുക? കസ്റയിൽ നിന്ന്. ഉദാഹരണം നഹ്വുൽ അലിഫി ഫിൽ അസാ അസയിലുള്ള അലിഫ് പോലെ. വൽ ഫതാ ഏതിലുള്ള അലിഫ് പോലെ? ഫതഹിലുള്ള. ഫതാ യുവാവ് അസാ വടി അസാറിഞ്ഞ വടി, ഫത്താറിഞ്ഞാലോ ഒക്കെ മക്സൂറാണ്. അസാ ഫത്ത എന്നൊക്കെ പറയുന്നത് ഏതാണ്? മക്സൂറ. എന്താ മക്സൂറാന്റെ നിർവചനം? ആഖിർ അലിഫോ മുമ്പ് ഫത്തഹും. അതിന്റെ പ്രത്യേകത എന്താ? ഒരു ഇറാബ് എന്ത് ചെയ്യൂല? ജാഅൽ ഫത്താ റഅയ്തുൽ ഫത്താ മറർതു ബിൽ
പത്താ ഒക്കെ 10 ഇറാബ് വെളിവാവൂല. ഇനി ഏതുപോലെ വൽയാഉ ഫിൽ ഖാലി ഖാലി എന്നതിലുള്ള യാ പോലെ വൽയാഉ ഏതുപോലെ ഖാദി എന്നുള്ള യാ എന്താക്കാം യാ പോലെ എവിടെയുള്ള യാ ഫിൽ ഖാലി ഏതിലുള്ള ഖാദി എന്നതിലുള്ള യാ പോലെ. ആ യാ എന്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? ആ യാന്റെ മുമ്പുള്ള കസ്റയിൽ നിന്ന് ഉത്ഭവിച്ചതാ. ഖാദിയൻ നമ്മളെ ഖാദിയൻ തന്നെ. വൽ ഗാസി ഗാസിയനെ യുദ്ധം ചെയ്യുന്നവൻ. പിന്നെ ഇനിയിപ്പോ ഏതാ കിട്ടേണ്ടത്? ലമ്മിൽ നിന്ന് ഉത്ഭവിച്ച വാവ്. വാവ്. അതാ ഞാൻ പറയാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ തന്നെയാണ് മങ്കൂസി മക്സൂറി. ആഖിർ അലിഫ് മുമ്പ് ഫത്തഹ്, ആഖിർ യാ മുമ്പ്. മങ്കൂസാന്റെ നിർവചനം എന്താ? ആഖിർ യാവും മുമ്പ് കസ്ർ. ഇനി പറയുന്നുണ്ടോ? വലൈസ ഫിൽ കലാമി എന്താ അർത്ഥം? സംസാരത്തിൽ ഇല്ല. ഇസ്മുൻ എന്തില്ല? ഒരു ഇസ്മില്ല. എങ്ങനത്തെ ഇസ്മ്? ആഖിറുഹു വാവുൻ. ആ ഇസ്മിന്റെ അവസാനം ഏതാണ്? വാവാണ്. വഖബിലഹാ ലമ്മത്തുൻ. ആ വാവിന്റെ മുമ്പ് ഏതുണ്ട്? ലമ്മത്തുണ്ട്. അങ്ങനത്തെ ഒരു ഇസ്മില്ല. ഏതല്ലാതെ? ഇല്ലാഹുവ. ഏത് പദമല്ലാതെ? ഹുവ അറിയണ പദം. ലോകത്ത് ആഖിർ വാവും മുമ്പ് ലമ്മുള്ള പദം ഏത്? ഒറ്റപ്പദം ഏത് മാത്രമേ ഉള്ളൂല്ലോ? രണ്ടക്ഷരം ഉള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ഹുവ എന്ന് പറയുന്ന പദം. അതാ വലൈസ ഫിൽ കലാമി അറബി കലാമിലില്ല ഇസ്മുൻ എന്തില്ല? ഇസ്മില്ല. അപ്പൊ എങ്ങനെ വായിക്കേണ്ടത്? വലൈസ ഇല്ല ഫിൽ കലാമി അറബികളുടെ സംസാരത്തിലില്ല. എന്തില്ല? ഇസ്മുൻ എന്തില്ല? ഇസ്മില്ല. എങ്ങനത്തെ ഇസ്മ്? നേരത്തെ ആഖിറുഹു വാവുൻ. ആ ഇസ്മിന്റെ അവസാനം ഏതാണ്? വാവാണ്. വഖബിലഹാ ലമ്മത്തുൻ. വാവിന്റെ മുമ്പ് ഏതുണ്ട്? ലമ്മത്തുണ്ട്. ഏതല്ലാതെ ഇല്ല? ഇല്ലാ ഹുവ. ഏത് പദമല്ലാതെ? ഹുവ അല്ലാതെ. കണ്ടോ? ഹുവ വാവ് മുമ്പ് ലമ്മ്. ഈ ഹുവ മാത്രം ഉള്ളൂല്ലോ. മറ്റേത് പുട്ടിന് തേങ്ങ മാതിരി ഉണ്ട്. ഏതൊക്കെ? മക്സൂറയും പിന്നെ മങ്കൂസയും. പിന്നെ വലൈസ ഫിൽ കലാമി അറബികളുടെ സംസാരത്തിൽ ഇല്ല ഇസ്മുൻ ഒരു ഇസ്മില്ല. എന്താ ലൈസ ഫീല്? ലൈസക്കൊക്കെ എന്തൊക്കെ വേണം? ഇസ്മും വേണം, ഖബറും വേണം. ഇസ്മിന് ഇറാബ് എന്താ? ഖബറിന് ഇറാബ് എന്താ? നസ്ബ്. അപ്പൊ വലൈസ ഫിൽ കലാമി അറബികളുടെ സംസാരത്തിലില്ല. ലൈസ ഫീൽ നാഖിസ്. ഇസ്മിനേക്കാൾ ഏത് മുന്തിക്കണേ? ഖബർ മുന്തിക്കണേ. ഏതാ ഖബറ്? ജാറ് മജ്റൂറ് ഖബർ മുഖദ്ദം ലൈസ. മനസ്സിലാവുന്നുണ്ടോ പറയണേ? ലൈസക്ക് എന്തൊക്കെ വേണം? ഇസ്മും വേണം, ഖബറും വേണം. ഇവിടെ ഇസ്മിനേക്കാൾ ഏത് മുന്തിക്കണേ? ഏത് മുന്തിക്കണേ? ഖബർ മുന്തിക്കണേ. വരാണ്ട് ഖബർ വന്നാൽ ഏതാ ബാക്കി? ഇസ്മ. ആ ബാക്കിലുള്ള ഇസ്മന്നെ ലൈസന്റെ ഇസ്മ.
ഇസ്മു എന്ന് പറഞ്ഞ പദല്ലേ? അതെ. അതന്നെയാണ് ആരെ ഇസ്മ? ലൈസന്റെ ഇസ്മ. ലൈസന്റെ ഇസ്മ. അപ്പൊ ലൈസ ഫീല് നാഖിസ്, ഫിൽ കലാമി ജാറ് മജ്റൂറ്, ലൈസന്റെ ഖബറ് മുഖദ്ദം. മുഖദ്ദം. ഇസ്മുൻ ഇസ്മു ലൈസ. അതുകൊണ്ടാ ലൈസന്റെ ഇസ്മിന് റഫാണ്. അപ്പൊ എങ്ങനെ വായിക്കണം അവിടെ? ഇസ്മുൻ എന്ന് തന്നെ വായിക്കണം. എങ്ങനെ വായിക്കരുത്? ഇസ്മൻ എന്നോ ഇസ്മിൻ എന്നോ വായിക്കരുത്. എങ്ങനെ വായിക്കണം? എങ്ങനെ വായിക്കണം? ഇസ്മുൻ. ഇസ്മുൻ. എന്തുകൊണ്ട്? ലൈസന്റെ ഇസ്മിന് എന്താണ് ഇറാബ്? ലൈസന്റെ ഇസ്മിന് എന്താണ് ഇറാബ്? റഫഅ്. ഖബറിന് ഇറാബ് എന്താണ്? നസ്ബ്. വകാന അല്ലാഹു. പിന്നെ ഗഫൂറൻ. കാന ഫീല് നാഖിസ്, അല്ലാഹു ഇസ്മു കാന, ഗഫൂറൻ ഖബറു കാന. കണ്ടോ? കാന അല്ലാഹു പറയുന്ന കാനന്റെ ഇസ്മു മർഫുആ. ഞാൻ ഈ പറയുന്ന വലിച്ചവും തിരിയുന്ന എങ്ങന്മാരെ നിങ്ങൾക്ക് ഈ സെന്റൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈസന്റെ ഇസ്മിനേക്കാൾ ആര് മുന്തിക്കണ്? ഖബറ് മുന്തിക്കണ്. ഏതാ ലൈസന്റെ ഖബറ്? ഫിൽ കലാമി എന്നുള്ളത് ജാറ് മജ്റൂർ ഖബറ് മുഖദ്ദമാണ്. ആരെ? ലൈസന്റെ. കാന, സാറ, അസ്ബഹ, അംസ, അൽഹ, ലല്ല, ബാത്ത, ഇങ്ങനെ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. കാനയും സാറയൊക്കെ ഒരേ ബാച്ച്പ്പെട്ടതാ. എന്താണ് ആ ബാച്ചിന്റെ പ്രത്യേകത? ഇസ്മിന് റഫഅ് ചെയ്യും, ഖബറിനെ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. അപ്പൊ ലൈസ ഫിൽ കലാമി ഇസ്മുൻ എന്ന് പറഞ്ഞുകൊടുത്ത് ലൈസന്റെ ഇസ്മായ ഫിൽ കലാമി എന്നുള്ളത് എന്ത് ചെയ്തിക്കണേ? അഡ്വാൻസ് ആയി എന്ത് വന്നിക്കണേ? ഏത് വന്നിക്കണേ? ഖബർ മുഖദ്ദം. അതിന്റെ ഇസ്മാണ് ഏത്? ഇസ്മുൻ എന്നുള്ളതാണ് ലൈസന്റെ ഇസ്മ്. എങ്ങനത്തെ ഇസ്മ്? ആഖിറുഹു, ആ ഇസ്മിന്റെ അവസാനം വാവുൻ, വാവാണ്. അതൊരു സെന്റൻസാ. ഏത് ഏത് സെന്റൻസ്? ആഖിറുഹു, ആ ഇസ്മിന്റെ അവസാനം വാവുൻ, വാവാണ്. ആഖിറു എന്നുള്ള എന്താ അർത്ഥം? തർക്കീബ് എന്താ? മുബ്തദ പ്ലസ് മുളാഫ്. ഓ മുളാഫുൻ ഇലൈഹി. അലിഫുൻ അല്ല ആഖിറുഹു വാവുൻ. ആ വാവ് എന്നുള്ളതാണ് ആരെ ഖബറ്? ആഖിറിന്റെ ഖബറ്. അപ്പൊ അവിടെ ഒരു മുബ്തദയായി ഖബറുമായി. വഖബിലഹ, ആ വാവിന്റെ മുമ്പുണ്ട് ലമ്മത്തുൻ, ലമ്മത്തുമുണ്ട്. അതൊരു വേറൊരു സെന്റൻസാ. വഖബിലഹ, ആ വാവിന്റെ മുമ്പുണ്ട് ലമ്മത്തുൻ. ഏതുണ്ട്? ലമ്മുണ്ട്. ലമ്മത്തുണ്ട്. ലമ്മല്ല, എന്താ പറയാ? ലമ്മത്ത്. ലമ്മത്ത്. ആ ജുംലന്റെ തർക്കീബ് എന്താ? ഖബല ദർഫ് മുദാഫ്. ദർഫ് മുദാഫ്. പിന്നെ മുദാഫുൻ ഇലൈഹി. പിന്നെ ഒന്നും കൂടി ഉണ്ട്. എന്താ? മുബ്തദ. പിന്നെ കബിലഹ, അതിന്റെ മുമ്പുണ്ട് ലമ്മത്തുൻ, ലമ്മത്തുണ്ട്. അപ്പൊ കബിലഹ എന്നുള്ളത് ലർഫു ആണ്, മുലാഫാണ്, മുലാഫിലൈഹി ആണ്. കൂട്ടത്തിൽ എന്തുവാണ്? പഴയ നിയമം. ഖബർ മുഖദ്ദം. അതിന്റെ മുബ്തദ മുഅഖറാണ് ഏത്?
വമ്മത്ത് വമ്മത്തുൻ എന്നുള്ളത് ഖബില ലർഫ് മുലാഫ് ആ മുലാഫുൻ ഇലൈഹി ഖബർ മുഖദ്ദം ലമ്മത്തുൻ മുബ്തദാ മുഅഖർ ഏതൊഴികെ ഇല്ല ഹുവ ഹുവ അല്ലാതെ ഹുവ ഒഴികെ ഇനി നോക്കോളി അപ്പൊ മങ്കൂസി മക്സൂർ എന്ന് പഠിച്ചു ആഖിർ അലിഫ് മുമ്പ് ഫത്തഹ് ആഖിർ യാ പിന്നെ മുമ്പ് കസ്ർ എന്താ പ്രത്യേകത മക്സൂർ ആവുമ്പോ എന്തുണ്ടാവൂല മക്സൂർ ആവുമ്പോ എന്തുണ്ടാവൂല ഒരു ഇറാബോ വെളിവാവൂല മങ്കൂസ ആണെങ്കിൽ ഏത് വെളിവാകും വെളിവാകും ഇറാബ് പുള്ളു വെളിവാവൂല ഏതാ വെളിവാകണുണ്ട് വെളിവാകാത്തതുണ്ട് മങ്കൂസ ആവുമ്പോ ഏതാ വെളിവാകുക എത്ര വട്ടം പറഞ്ഞിങ്ങനെ ചങ്ങായിമാരെ അതൊക്കെ മങ്കൂസ ആവുമ്പോ നെസ്ബ് വെളിവാകും മങ്കൂസ ആവുമ്പോ ഏത് വെളിവാവൂല റഫവും വെളിവാവൂല പിന്നെ റഫവും വെളിവാവൂല ജറും വെളിവാവൂല ഏത് വെളിവാകും നെസ്ബ് വെളിവാകും പറയണ്ട പറഞ്ഞാൽ ചിലപ്പോ ഒന്നായിട്ടുണ്ട് പൊട്ടിത്തെറിച്ചാലൊക്കെ ഉണ്ടാതിരുന്നോളി ഫസ്ലുൻ ഇതൊരു ഫസ്ലാണ് വൽ ഇസ്മു ഇസ്മ് നൗആനി രണ്ട് ഇനമാണ് സഹീഹുൻ ഒന്ന് സഹീ ആണ് വ മുഅ്തല്ലുൻ രണ്ടാമത്തേത് ഏതുമാണ് മുഅ്തല്ലാണ് വൽ ഇസ്മു ഇസ്മ് നൗആനി രണ്ട് ഇനങ്ങളാണ് ഒന്ന് സ്വഹീഹുൻ ഒന്ന് സഹിയാണ് വ മുഅ്തല്ലുൻ രണ്ടാമത്തേത് ഏതുമാണ് എന്താ മുഅ്തല്ല് പറഞ്ഞ ബലഹീനമായി മുഅ്തല്ല് പറഞ്ഞ എത്ര അക്ഷര മുഅ്തല്ല് മൂന്നക്ഷരം അലിഫ് വായ് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മുഅ്തല്ല അപ്പൊ സഹീ പറഞ്ഞ അപ്പൊ എന്താ അർത്ഥം ഈ അക്ഷരം ഉണ്ടാവൂല സഹീ പറഞ്ഞ എന്താ അർത്ഥം അതിന്റെ അവസാനത്തിൽ ഏതുണ്ടാവൂല ഏതുണ്ടാവൂല അലിഫും ഉണ്ടാവൂല യാവുണ്ടാവൂല ഈ മുഴത്തല്ല് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് മുഴത്തല്ല് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താണ് മുഴത്തല്ല് എന്ന് പറഞ്ഞ വീക്ക് ബലഹീനമായത് രോഗമുള്ളത് എന്നാണ് അർത്ഥം വീക്ക് വെർബ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ വീക്ക് അക്ഷരം അപ്പൊ ഫസിലുൻ ഇതൊരു ഫസിലാണ് വൽ ഇസ്മു ഇസ്മ് നൗആനി രണ്ട് ഇനങ്ങളാണ് സ്വഹീഹുൻ ഒന്ന് സഹീയാണ് പിന്നെ എങ്ങനെ വായിക്കേണ്ടത് മുഅ്തല്ലുൻ സഹീമക്ക് അത്ഫാണ് അപ്പൊ എന്താ അർത്ഥം മുഅ്തല്ലുമാണ് എന്താ സഹീഹ് എന്ന് പറഞ്ഞ വസ്സഹീഹു സഹീഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒന്നാണ് എങ്ങനത്തെ ഒന്ന് ലം യകുൻ ഫീ ആഖിരിഹി അതിന്റെ അവസാനത്തിൽ ഇല്ല ഹർഫും മിൻ ഹുറൂഫിൽ ഇല്ലത്തി ഇല്ലത്തിന്റെ അക്ഷരങ്ങളിൽ പെട്ട ഒരു അക്ഷരവും ഉണ്ടാകൂല ഏതാ ഇല്ലത്തിന്റെ അക്ഷരം അലിഫ് വാവ് യാ അപ്പൊ അതില്ലെങ്കിൽ അതിനാണ് എന്ത് എന്ന് പറയാ സഹീഹ് പറയാ അഥവാ സഹീഹു സഹീഹ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് എങ്ങനത്തെ ഒന്ന് ലം യകുൻ ഫീ ആഖിരിഹി അതിന്റെ അവസാനത്തിൽ ഇല്ല ഹർഫുൻ ഒരൊറ്റ അക്ഷരവുമില്ല മിൻ ഹുറൂഫിൽ ഇല്ലത്തി ഏതിന്റെ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ തെർക്കീബ് പറഞ്ഞാട്ടെ ഫസ്ലുൻ ഇതൊരു അധ്യായമാണ് എന്താ ഖബറു
ഞാൻ പലപ്പോഴും ഇപ്പൊ തന്നെ ഒരു 3-4 വട്ടം ഞാൻ പറഞ്ഞു, സെന്റൻസിന്റെ ആദ്യത്തിൽ ബാബുൻ ഫസിലുൻ എന്ന് വന്നാൽ അത് കളയപ്പെട്ട മുബ്തദയുടെ ഖബറൈക്കാരൻ. ഇനി അത് കേട്ടിട്ട് ഇങ്ങനെ തൊള്ള തുറക്കി അടച്ചിരിക്കാനായിട്ട് ശരിയല്ല. ഫസിലുൻ, ഇതൊരു ഫസിലാണ്. അപ്പൊ അവിടെ എങ്ങനെ ഉണ്ടാകുക? ഹാദാ ഫസിലുൻ, ഇതൊരു അധ്യായമാണ്. വൽ ഇസ്മു, ഇസ്മി എന്ന് പറയുന്നത് നൗആനി, 2 ഇനങ്ങളാണ്. വാവ് ഇസ്തിനാഫ്, ഇസ്തിനാഫ് എന്താ അർത്ഥം? തുടങ്ങ. അൽ ഇസ്മു മുബ്തദ, നൗആനി 2 ഇനങ്ങളാണ്. അതാണേത്? ഖബറും മർഫൂഉം ബിൽ അലിഫി. ഖബറുമാണ്. എന്തുകൊണ്ടാണ്? അലിഫ് കൊണ്ടാ. കാരണം മുസന്നയാണ്. മുസന്നക്ക് അലിഫ് കൊണ്ടാ റഫ ഉണ്ടാവുക. ജറു നസ്ബ് എന്തുകൊണ്ടേക്കാരാം? സഹീഹുൻ, ഒന്ന് സഹിയാണ്. അപ്പൊ എന്തേക്കാരം? ഖബർ. കളയപ്പെട്ട മുബ്തദന്റെ ഖബർ. അവിടെ ഒരു മുബ്തദാനെ അവിടെയും സങ്കല്പിക്കും. അഹദുഹുമാ, 2ൽ നിന്നുള്ള ഒന്ന്, സഹീഹുൻ, ഒന്ന് സഹിയാണ്. അപ്പൊ ഒരു മുബ്തദാനെ എന്ത് ചെയ്തിരിക്കണ? അവിടെ കളഞ്ഞിക്കണ്. ആ കളയപ്പെട്ട മുബ്തദാന്റെ ഖബറാണേത്? സഹീഹ്. എങ്ങനെ വായിച്ചത്? സഹീഹ് എന്നാ എങ്ങനെ വായിക്കണം? ഇനി ഇങ്ങനെ സുക്കൂൻ വെച്ച് വായിക്കോണ്ടി. ഞാൻ വായിക്കുമ്പോ ശരിക്കും നോക്കിക്കോളി. ഞാൻ വായിപ്പിക്കുമ്പോ സുക്കു കൊണ്ട് വഖഫ് ചെയ്യോണ്ടി ആരെങ്കിലും. രണ്ടാമത്തത് വമുഅ്തല്ലുൻ, രണ്ടാമത്തത് മുഅ്തല്ലുമാണ്. വാവ് മുഅ്തല്ലുൻ. ഏതാ മഅ്തൂഫ് അലൈഹി? എന്താ അറിയണേ? ക്ലാസ്സിലേക്ക് പറഞ്ഞല്ലാണ്ടോ? വീട്ടില് സംസാരിക്കുമ്പോ ഓഫാക്കി സംസാരിച്ച്. മുഅ്തല്ലുമാണ്. അവിടെ വാവ് അത്ഫ്, മുഅ്തല്ലുൻ മഅ്തൂഫ്. ഏതാ മഅ്തൂഫ് അലൈഹി? സഹീഹുൻ, അതാണ് മഅ്തൂഫ് അലൈഹി. ഇനി സഹീഹ് എന്താണെന്നത് അയാൾ വിശദീകരിക്കണേ. വസ്സഹീഹു, സഹീഹ് എന്ന് പറഞ്ഞാൽ മാ, ഒന്നാണ്. വാവേ തന്നെ, അത്ഫല്ല. പിന്നെ ഏതാ? ഇസ്തിനാഫ്. അസ്സഹീഹു മുബ്തദ, മാ ഒന്നാണ്. മൗസൂൽ വെറും ഖബറല്ല. മാ എന്നുള്ളത് ഏതാ? എങ്ങനത്തെ ഒന്ന്? ലം യകുൻ, ഉണ്ടാവുകയില്ല. ഫി ആഖിരിഹി, അതിന്റെ അവസാനത്തിൽ ഉണ്ടാവൂല. ഹർഫുൻ മിൻ ഹുറൂഫിൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരവും ഉണ്ടാകൂല. എങ്ങനെ വായിച്ചത്? വായിച്ചാട്ടെ. ലം യകുൻ ഫി ആഖിരിഹി മിൻ ഹുറൂഫിൽ ഇല്ലത്തി, ഹർഫുൻ മിൻ ഹുറൂഫിൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരവും ഉണ്ടാകൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനം ഏതുണ്ടാവൂല? അലിഫ് ഉണ്ടാവൂല, പിന്നെ ഉണ്ടാവൂല, പിന്നെ യാ ഉണ്ടാവൂല. അപ്പൊ അസ്സഹീഹു മുബ്തദ, മാ മൗസൂൽ ഖബർ, ലം യകുൻ
ആവൂല അല്ലെങ്കിൽ ഉണ്ടാവൂല. ലമ്മർഫേ ജാസിം ലാസിം. യകുൻ ഫീല് മുലാരി മജ്സൂം. ഫിഇല് മുളാരി അല്ല ഇവിടെ. കാന യകൂന്, കാന ഏതിൽപ്പെട്ടതാ? നാക്കിസ്. നാഖിസ്. അപ്പൊ യകുൻ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ഫിഇല് നാഖിസ് മജ്സൂം. എന്താ പറയേണ്ടത്? നാഖിസ് തന്നെ മനസ്സിലായില്ലേ? ഖാന എന്നുള്ള നാഖിസിന്റെ മുളാരിയാണ് ഏത്? യകൂനു. അപ്പൊ കാനക്ക് ഇസ്മു ഖബർ ഉണ്ടാകുന്ന മാതിരി ആർക്കും ഖബർ ഇസ്മു ഖബർ ഉണ്ടാകും? കാനക്ക് ഉണ്ടാവുന്ന ആദ്യം പറഞ്ഞു. ഇനി ആർക്കും ഉണ്ടാകും? യകൂനു ഉണ്ടാകും അവിടെ. അവിടെ എങ്ങനെയുണ്ട് ഒറിജിനല്? യകൂനു എന്നല്ല. ലം വരുമ്പോ എങ്ങനെ വായിക്കേണ്ടത്? യകൂൻ. യകൂൻ. അപ്പൊ ലമ്മ് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആർക്ക് സുക്കൂൻ വേണം? നൂനിന് സുക്കൂൻ വേണം. നൂനിന് സുക്കൂൻ വേണം. അവിടെയുള്ള വാവും സുക്കൂനാ. അപ്പൊ എത്ര സുക്കൂൻ വന്നു? 2 സുക്കൂൻ അടുത്ത് ആ വന്നു. 2 സുക്കൂൻ വരാൻ പാടില്ല. അതിനു വേണ്ടി ആരെ കളഞ്ഞതാണ്? വാവിനെ കളഞ്ഞു. ആ ലം യകുൻ എന്ന് പറഞ്ഞിടത്തൊക്കെ ഉണ്ടാവും. അത് ഇവിടെ മാത്രല്ല, ഖുർആനും ഉണ്ടാകും. അവിടെ ഏത് പോയിക്കണേ? ലം യകുൻ. അവിടെയൊക്കെ വാവ് പോയതാ. എന്തിനാ വാവ് പോയത്? അല്ലെങ്കിൽ അവിടെ എന്ത് വരും? 2 സുക്കൂൻ അടുത്ത് വരും. അത് വരാൻ പാടില്ല അറബിയില്. അതിന് രക്ഷപ്പെടാനാണ് വാവിനെ കളയണത്. അപ്പൊ ലമ്മർഫ് ജാസിം യകുൻ ഫിഇല് നാഖിസ് മജ്സൂം. ഇനി യകുൻ എന്തൊക്കെ വേണം? യകുനുള്ളിന് എന്തൊക്കെ വേണം? ഇസ്മും പിന്നെ നോയിക്കോളി. ലം യകുൻ ആവൂല, ഫി ആഖിരിഹി അതിന്റെ അവസാനത്തിലാവൂല, ഹർഫുൻ അക്ഷരമാകൂല, മിൻ ഹുറൂഫിൽ ഇല്ലത്തി ഏതിന്റെ? ഇല്ലത്തിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരം അതിന്റെ അവസാനത്തിൽ ഉണ്ടാവൂല. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏത് മുന്തിക്കണേ? ഏതാ ഖബറ്? പിന്നെ ആഖിരി പ്ലസ് മുളാഫ്. അതോടൊപ്പം എന്താണ്? ഖബർ മുഖദ്ദം. ഹർഫുൻ ഒരക്ഷരമുണ്ടാകൂല. ലം യകുൻ ആവൂല, ഫി ആഖിരിഹി അതിന്റെ അവസാനത്തില് ഹർഫുൻ ഒരക്ഷരമാകൂല. ഈ ഹർഫുൻ എന്നുള്ളതാണ് ഏത്? എങ്ങനത്തെ അക്ഷരം? മിൻ ഹുറൂഫിൽ ഇല്ലത്തി ഏതിൽപ്പെട്ട? അക്ഷരം? ഇല്ലത്തിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരം എന്ത് ചെയ്യൂല? ഉണ്ടാവൂല. ഹർഫിന്റെ ജമ്മാണ് ഏത്? അപ്പൊ മിന്നർഫ് ജാറ്, ഹുറൂഫി മജ്റൂർ, പിന്നെ മുളാഫ്, ഇല്ലത്തി മുളാഫുൻ ഇലൈഹി. ഏതുപോലെ? നഹ്വു സൈദിൻ, സൈദ് എന്ന് പറയും പോലെ. സൈദ് എന്ന് പറയുമ്പോ അലിഫ വാവ യാ ഉണ്ടോ? ഉണ്ടോ? അല്ലേ? അതാണ് സഹീഹ്. അപ്പൊ സഹീഹ് പറഞ്ഞാൽ മനസ്സിലായി. സഹീഹ് എന്ന് പറഞ്ഞാൽ എന്താ? അവസാനം ഏതുണ്ടാവൂല? വാവും യാവും ഉണ്ടാവൂല. അത് ഉണ്ടെങ്കിൽ അതിനാണ് എന്തിന് പേര് പറയാ? ഏതുപോലെ? സെയ്ദ് പോലെ, അംറുൻ അംറ് പോലെ, വജഅഫറുൻ ജഅഫർ പോലെ, വഖാലിദുൻ ഖാലിദ് പോലെ. ഇതിലൊന്നും അവസാനത്തിൽ ഏതില്ല? നടുവിൽ അവിടെ ഇവിടെയൊക്കെ വരട്ടോ. എവിടെ ഉണ്ടാവൂല എന്നാ പറയണേ? അവസാനത്തില്. അപ്പൊ സെയ്ദ് എന്ന് പറഞ്ഞാല് യാ ഇല്ലേ? അത് പരിഗണിക്കൂല. എവിടെ പരിഗണിക്കുക? അവസാനം. അവസാനത്തിലൊന്നും ഏതില്ല? അലിഫുല്ല, വാവുമില്ല, യാവുമില്ല. പിന്നെ അമ്ര എന്ന് പറഞ്ഞിടത്ത് വാവുണ്ട്. അത് എഴുത്തിൽ മാത്രമുള്ള, ഉച്ചാരണത്തിൽ ഉണ്ടാവൂല.
അമ്രു എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ഈ കണക്കിന് ഏതാകണം മക്കളെ? മുഴുത്തല്ലാകണം. പക്ഷെ അത് മുഴുത്തല്ലേ പെടുത്തൂല. എന്തുകൊണ്ട്? ആ വാവിന് എന്താ അവിടെ അല്ല ഉച്ചാരണം ഇല്ല. പിന്നെ അത് എന്തിനു വേണ്ടി കൊണ്ടുവന്നത്? ആ പദത്തിൽ പെട്ടതല്ല അത്. ഉമറ് എന്നതിന്റെയും അമ്ര് എന്നതിന്റെയും ഇടയിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് കൊടുത്തിരിക്കണത്? വാവ് കൊടുത്തിരിക്കണത്. ആ ഇനി നോക്കിക്കോളി. ഇനി മുഴുത്തല്ല് പറഞ്ഞാൽ എന്താ പറയണേ? അപ്പൊ എന്തൊക്കെ എങ്ങനെയാ വായിച്ചത്? ഹർഫുൻ മിൻ ഹുറൂഫിൽ ഇല്ലത്തി നഹ്വു സൈദിൻ വഅംരിൻ വജഅഫരിൻ വഖാലിദിൻ. ആ ഇനി നോക്കിക്കോളി. വൽ മുഅ്തല്ലു, മുഅ്തല്ല് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്. എങ്ങനെ തോന്ന്? കാന ആയിട്ടുണ്ട്, ഫി ആഖിരിഹി അതിന്റെ അവസാനത്തിലായിട്ടുണ്ട്, അലിഫുൻ ഏതായിട്ടുണ്ട്? അലിഫായിട്ടുണ്ട്. ഖബിലഹ ആ അലിഫിന്റെ മുമ്പുണ്ട് ഫത്ഹത്തുൻ ഏതുണ്ട്? അവസാന അലിഫുണ്ട്, അതിന് മുമ്പ് ഏതുണ്ട്? ഫത്ഹത്തുണ്ട്. ഏതുപോലെ നഹ്വുൽ അസാ, അസ എന്ന് പറയും പോലെ കണ്ടോ? അൽ അസാ ആഖിർ അലിഫാണ്, മുമ്പ് ഫത്ഹാണ്. വൽ ഫതാ ആഖിർ അലിഫാണ്, മുമ്പ് ഫത്ഹാണ്. അപ്പൊ എന്താ? വൽ മുഅ്തല്ലു, മുഅ്തല്ലി എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, കാന ആയിട്ടുണ്ട്, ഫി ആഖിരിഹി അതിന്റെ അവസാനത്തിലായിട്ടുണ്ട്, അലിഫുൻ ഏതായിട്ടുണ്ട്? എങ്ങനെ അലിഫുന്നാ വായിക്കേണ്ടതോ അലിഫെന്നാ വായിക്കണ്ടേ? അലിഫുൻ. കാരണം അത് അതിന്റെ ഇസ്മാണ്, കാനന്റെ ഇസ്മാ. അപ്പൊ അലിഫുൻ തന്നെ വായിക്കണം. ശരി. വൽ മുഅ്തല്ലു, മുഅ്തല്ലി എന്ന് പറഞ്ഞാൽ വാവ് ഏതാ? അത്ഫല്ല. പിന്നെ ഏതാ? ഈനാഫ്. അൽ മുഅ്തല്ലു മുബ്തദ. ഇസ്തിനാബ് എന്ന് പറഞ്ഞാൽ തൊള്ള ഒളിച്ച് നിക്കണ എന്തിനാ? ഇസ്തിനാബ് പറഞ്ഞ എന്താ അർത്ഥം? എന്താ സെന്റൻസ് തുടങ്ങുന്നത്? തുടക്കത്തിൽ വരുന്ന ഇസ്മ എന്തേക്കാരം? മുബ്തദ. ആ പിന്നെന്താ തൊള്ള ഒളിച്ച് ഇങ്ങനെ ഇരിക്കണ എന്നാ അവിടെ പറഞ്ഞൂടെ? അതാ വൽ മുഅ്തല്ലു, മുഅ്തല്ലി എന്ന് പറഞ്ഞാൽ വാവ് ഇസ്തിനാഫ്, അൽ മുഅ്തല്ലു മുബ്തദ. മാ ഒന്നാണ്. എന്താണ്? മൗസൂൽ ഖബർ. എങ്ങനെ തവന്ന്? കാന ആയിട്ടുണ്ട്, കാന ഫീല് നാഖിസ്, ഫി ആഖിരിഹി അതിന്റെ അവസാനത്തിലായിട്ടുണ്ട്, ഫി ഹർഫ് ആഖിരി മജ്റൂർ പ്ലസ് മുദാഫ്, മുദാഫ് ഹി മുദാഫുൻ ഇലൈഹി. അതോടൊപ്പം എന്തുവാണ്? ഖബർ മുഖദ്ദം. ഖബർ മുഖദ്ദം. എന്തായിട്ടുണ്ട്? അലിഫുൻ അലിഫായിട്ടുണ്ട്. അതാണ് ഇസ്മു മുഅഖർ. കാനന്റെ ഇസ്മു മുഅഖർ. ഇസ്മു മുഅഖർ. എങ്ങനത്തെ അലിഫാണ്? ഖബിലഹ ആ അലിഫിന്റെ മുമ്പുണ്ട് ഫത്ഹത്തുൻ ഫത്ഹത്തുണ്ട്. അതൊരു സെന്റൻസാ. ഖബില ലർഫ് മുദാഫ്. ആ ലർഫ് മുദാഫ് ഖബർ മുഖദ്ദം. ഹാ മുദാഫുൻ ഇലൈഹി ഫത്ഹത്തുൻ മുബ്തദ മുഅഖർ. ഏതുപോലെ? നഹ്വുൽ അസാ, അസ എന്ന് പറയും പോലെ ആഖിർ അലിഫ് മുമ്പ് ഫത്ഹ്. അസ വടി ഫത്ത യുവാവ്. വയുസമ്മാ ദാലികൽ ഇസ്മു ആ ഇസ്മിന് പേര് പറയപ്പെടും മഖ്സൂറ. എന്തിനാ പേരറിയാ? എന്തിനാ പേരറിയാ? മഖ്സൂറ. ഏതിന്? ആഖിർ അലിഫ് മുമ്പ് ഫത്ഹ്. ആ ഇസ്മിന്റെ പേരെന്താണ്? മഖ്സൂറ. ഒരു ഇറാബും എന്ത് ചെയ്യൂല? ഒളിവാവൂല. ആ വയുസമ്മാ ദാലികൽ ഇസ്മു ആ ഇസ്മിന് പേര് പറയപ്പെടും മഖ്സൂറൻ, മഖ്സൂറൻ എന്ന് പേര് പറയപ്പെടും. സമ്മാ
പേര് ചൊല്ലി, പേര് വെച്ചു. യുസമ്മി പേര് വെക്കും. യുസമ്മ എന്താ അർത്ഥം? പേര് പറയപ്പെടും. അപ്പൊ എന്താ തർക്കീബ്? യുസമ്മ എന്നുള്ളതിന്റെ തർക്കീബ് എന്താ? ആ യുസമ്മ പേർ പറയപ്പെടും. എന്താ തർക്കീബ്? അറിയില്ലെങ്കിൽ മുണ്ടാന്നാ മതി കേട്ടോ. യുസമ്മ എന്നുള്ള ഫീലിനൊക്കെ മുബത്തദ എന്നൊക്കെ പറഞ്ഞാലേ അത് മുന്നിലില്ലാത്തത് വലിയ ഭാഗ്യ. ഒരു മുബത്തദ എന്താണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ലേ? എന്താ യുസമ്മ എന്നുള്ള ഫീലിന് എന്താ തർക്കീബ് പറയാ? മജ്ഹൂല് രൂപമാണ് അത്. അതാ പറയേണ്ടത്. ഫീല് മജ്ഹൂൽ എന്നാ പറയാ. ഫീലുൻ ല യുസമ്മ ഫാഇൽ. എത്ര വട്ടം പറഞ്ഞാണ് അതൊക്കെ. എന്താണ് അതിന്റെ പേര് പറയാ? മജ്ഹൂൽ. ഫീലുൻ ലം യുസമ്മ ഫാഇൽ. എന്താ പേര് പറയാ? ഫായിൽ. എന്താടാ പറഞ്ഞതിന്റെ അർത്ഥം? ഫായിലിനെ പറയപ്പെടാത്ത ഫീല്. ഫായിലിനെ പറയപ്പെടാത്തത് ഏതേക്കാരം? മജൂല്. മജൂല് എന്നല്ല പറയേണ്ടത്. യുസമ്മ എന്ന് പറയുന്നതിന് പറയേണ്ടത് ഫിഅലുൻ ലം യുസമ്മ ഫായിലുഹു. ഫായിലിനെ പറയപ്പെടാത്ത ഫിഅല്. യുദ്റബു എന്താ തർക്കീബ് പറയേണ്ടത്? എന്താ പറയണ്ടേ? അതിനോട് യുദ്റബു എന്നുള്ള ഫീലിന്റെ തർക്കീബ് എന്താ പറയണ്ടേ? ഫിഅലുൻ ലം യുസമ്മ ഫാഇൽ. എന്താ അർത്ഥം? ഫായിലിനെ പറയപ്പെടാത്ത ഫിഅല്. ഫീല് മജൂലാവുമ്പോ ഫായിലല്ല ഉണ്ടാകുക, പിന്നെ ഏതാ ഉണ്ടാകുക? നായിബ് ഫായില്. നായിബ് ഫായിലാ ഉണ്ടാകുക. ഫീല് മജ്ഹൂലാണോ അവിടെ ഫായിലല്ല ഉണ്ടാകുക, പിന്നെ എന്താ ഉണ്ടാകുക? എന്താ ഉണ്ടാകുക? തൊള്ളർന്നിട്ട് പറയേ. നായിബ് ഫാഇൽ. അപ്പൊ യുസമ്മ ഫിഅലുൻ ല യുസമ്മ ഫാഇൽ. ദാലിക നായിബ് ഫായില്. അൽ ഇസ്മു എന്നുള്ളത് എന്തേക്കാരപ്പാ? ഇസ്മുൽ ഇഷാറക്ക് ശേഷം എന്താ? എന്താണ്? ബദല്. അപ്പൊ യുസമ്മ ഫിഅലുൻ ല യുസമ്മ ഫാഇൽ. ഫിഅല് മജ്ഹൂൽ. ദാലിക നായിബ് ഫായില്. അൽ ഇസ്മു ബദല്. അർത്ഥം എന്താ? വയുസമ്മ ദാലികൽ ഇസ്മു. ആ ഇസ്മിന് പേര് പറയപ്പെടും. ആ ഇസ്മിന് പേർ പറയപ്പെടും. ഏത് ഇസ്മിന്? ഏത് ഇസ്മിനാ പേര് പറയണേ? ആഖിർ അലിഫും മുമ്പ് ഫതഹുമുള്ള ഇസ്മിന് പേര് പറയപ്പെടും. എന്തിനാ പേര് പറയപ്പെടുക? മഖ്സൂറൻ. എന്തിനാ പേര് പറയാ? മഖ്സൂറൻ. എന്നാ പേര് പറയാ. അത് അതിന്റെ രണ്ടാം മഫൂല. ഇതിന്റെ രണ്ടാം മഫൂല് ഇതിന്റെ രണ്ടാം മഫൂല് ഏതാ? അതിന്റെ മുമ്പ് വന്ന ഫീൽ ഏതാ? യുസമ്മ. ആ യുസമ്മന്റെ രണ്ടാം മഫൂലാണ് ഏത്? മഖ്സൂറൻ. അപ്പൊ എന്താ തർക്കീബ് പറഞ്ഞത്? പറഞ്ഞാട്ടെ. യുസമ്മ എന്നുള്ളതിന്റെ തർക്കീബ് പറഞ്ഞാട്ടെ. ഫീലുൻ ആണ് പറഞ്ഞുകൂടി. എല്ലാരും ഒന്ന് പറഞ്ഞാട്ടെ. തൊള്ളൊക്കെ ഒന്ന് തുറന്ന് പറഞ്ഞാണി. ഫിഅലുൻ ലം യുസമ്മ ഫാഇൽ. ഫിഅലുൻ ലം യുസമ്മ ഫാഇൽ. ഫായിലിനെ പറയപ്പെടാത്ത ഫീല്.
ദാലിക നായിബ് ഫായില്, അൽ ഇസ്മു ബദല്, മഖ്സൂറൻ മഫ്ഊലുൻ താനി. ആര് രണ്ടാം മഫൂല്? യുസമ്മാന്റെ. യുസമ്മാന്റെ. ആ എന്താ പറഞ്ഞത്? മാ കാന ഫി ആഖിരിഹി, അതിന്റെ അവസാനത്തിലുണ്ട് അലിഫുണ്ട്, ഖബലഹ ഫത്ഹത്തുൻ, അലിഫിന്റെ മുമ്പ് ഫത്ഹത്തുണ്ട്, അസ പോലെ. അല്ലെങ്കിലോ ഔ യാ ഉൻ, അല്ലെങ്കിൽ അതിന്റെ അവസാനത്തിൽ ഏതുണ്ട്? യാ ഉണ്ട്. യാ ഉണ്ട്. അത് ഇമക്ക ബന്ധം എന്നറിയോ? ഈ ആഖിരിഹി അലിഫ് എന്ന് പറഞ്ഞില്ലേ? എവിടെ? അതിന്റെ മേലത്തെ വരി കണ്ടോ? എവിടെ? കാന കണ്ടില്ലേ? അതിന്റെ നേരത്തെ വൽ മുഅ്തല്ലു മാ കാന ഫി ആഖിരിഹി അലിഫ് എന്ന് കണ്ടില്ലേ? അതിന്റെ അവസാനത്തിൽ ഏതുണ്ട്? അലിഫുണ്ട്. അലിഫുണ്ട്. ഔ യാ ഉൻ, അല്ലെങ്കിൽ അവസാനത്തിൽ ഏതുണ്ട്? യാ ഉണ്ട്. അങ്ങോട്ടാണ് അത് അത്ഫ്. ഔ യാ ഉൻ മഅതൂഫ്. ഏതാ മഅതൂഫ് അലൈഹി? അലിഫുൻ. ഔ യാ ഉൻ. മനസ്സിലായോ പറഞ്ഞേ? എവിടുക്കാണ് അത് പോണത്? ഫി ആഖിരിഹി അലിഫുൻ എന്ന് പറഞ്ഞുകൊടുത്തേക്കാണ് അത്ഫ്. ഔ യാ ഉൻ. എന്താ അർത്ഥം? അല്ലെങ്കിൽ അവസാനം ഏതുണ്ട്? യാ ഉണ്ട്. യാ ഉണ്ട്. എന്തുണ്ട്? യാ ഉണ്ട്. യാ ഉണ്ട്. എങ്ങനത്തെ യാ? ഖബിലഹ, ആ യാഇന്റെ മുമ്പുണ്ട് കസ്റത്തുൻ. ഏതുണ്ട്? കസ്റത്തുണ്ട്. ഖബിലഹ കസ്റത്തുൻ, അതിന്റെ മുമ്പ് കസ്റത്തുണ്ട്. ഖബിലഹ, അതിന്റെ മുമ്പുണ്ട് കസ്റത്തുൻ, കസ്റത്തുണ്ട്. എന്താ തർക്കീബ്? ഖബില മുദാഫുൻ ഇലൈഹി. പിന്നെ ഖബർ മുഖദ്ദം. ഖബർ മുഖദ്ദം. കസ്റത്തുൻ മുബ്തദാ മുഅഖർ. ഏതുപോലെ? നഹ്വു അൽ ഖാലി, ആഖിർ യാ മുമ്പ് കസ്ർ. വൽ ഗാസി, ആഖിർ യാ മുമ്പ് കസ്ർ. ഇതാ പറയണേ വയുസമ്മാ ദാലികൽ ഇസ്മു, ആ ഇസ്മിന് പേര് പറയപ്പെടും മങ്കൂസൻ. എന്തെന്ന് പറയും? മങ്കൂസ് എന്ന് പറയും. എന്താ പറയുന്നേ? വയുസമ്മാ ദാലികൽ ഇസ്മു, ആ ഇസ്മിന് പേര് പറയപ്പെടും മങ്കൂസൻ. എന്തെന്ന് പറയും? എന്തെന്ന് പറയും? മങ്കൂസൻ. മങ്കൂസൻ എന്ന പേര് പറയപ്പെടും. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ തർക്കീബ. ഏത്? ആദ്യം പറഞ്ഞ യുസമ്മന്റെ അതേ തർക്കീബ. യുസമ്മ തർക്കീബ് ഫാഇൽ, ദാലിക നായിബ് ഫായിൽ, അൽ ഇസ്മു ബദല്, ബദല്, മങ്കൂസൻ മഫ്ഊലുൻ താനി യുസമ്മ, യുസമ്മന്റെ രണ്ടാമത്തെ മഫ്ഊല്. ആ ഒരാള് വായിച്ചാട്ടപ്പെടുത്ത രണ്ട് പാരഗ്രാഫ്. ഖാദറൊന്ന് വായിച്ച ആദ്യത്തെ പാരഗ്രാഫ്. ബാബുൻ അത് വായിച്ചോളൂ. ബാബുൻ ഫി ഇഅ്റാബി അൽ ഇസ്മിൽ മുഅ്തലി. മുഅ്തല്ലി നാക്കിക്കടാ, മുഅ്തലി അല്ല. മുഅ്തല്ലി വഹുറൂഫുൽ ഇല്ലത്തി സലാസത്തുൻ ഫിൽ ലഫ്ളി ഖൗലുക വായ്. പിന്നെ ഫിൽ അലിഫി ഔ ഫീ നാന്റില് അത്ര വലിയൊരു അക്ഷരം ഉണ്ടായിട്ട് ഫീ നാ ഫാ നാ. അപ്പൊ എങ്ങനെ വായിക്കണ്ടേ? ഫൽ അലിഫി മുബ്തദയാണ്. ഞാൻ വായിക്കുമ്പോ നിങ്ങൾ അവിടെ അർക്കത്തിട്ട് കൊടുക്കണം.
വെറുതെ തൊള്ളൊഴിച്ചിരുന്ന അങ്ങക്ക് കിട്ടൂല. ഒരു കടലാസ് പെൻസിൽ കൊണ്ട് മുന്നിലിരിക്കണം. എന്നിട്ട് ഞാൻ വായിക്കണീനനുസരിച്ച് അതിന് അർക്കത്തിട്ട് കൊടുക്കണം. ഫൽ അലിഫു ആ ആ തൻശഉ അനിൽ ഫതഹത്തി ആ വൽ വാവു തൻശഉ ആ അനിൽ ദമ്മത്തി ആ വൽ യാഉ ആ തൻശഉ അനിൽ കസ്റത്തി ആ നഹ്വുൽ അലിഫി ആ ഫിൽ ഫിൽ അസ ആ വൽ ഫത പിന്നെ വൽ യാഉ ആ ഫിൽ ഖാവി ആ വൽ ഗാസി ആ വലൈസ ഫിൽ കലാമി ആ ഇസ്മുൻ ആഖിറുഹു ആ വാവുൻ ആ ഖബ്ലഹു കപിലഹ ലമ്മത്തി ഔ ഇലാഹു. അവിടെ നിക്കട്ടെ. കപിലഹ എന്ന് വായിച്ചിട്ട് പിന്നെന്താ ലമ്മത്തി എന്ന് വായിക്കണേ? കപിലഹ എന്നുള്ളത് ഖബർ മുഖദ്ദമല്ലേ? അപ്പൊ എങ്ങനെ വായിക്കണം? ലമ്മത്തുൻ. എന്താ എനിക്കൊരു വേട്ട? അങ്ങനെ തന്നെ വായിക്കണ്ടേ? കപിലഹ ലമ്മത്തുൻ. ഖബ്ലഹ ലമ്മത്തുൻ ഇലാഹുവ. തൽക്കാലം ഇല്ലാന്നാക്കിയാ മതി. ഇല്ലാഹുവ. അവിടെ ഇല്ലന്റെ അർത്ഥം ഒഴികെ എന്നാ. ഏത് പദം ഒഴികെ? ഹുവ ഒഴികെ. ഹുവ ഒഴികെ. ആ സുധീർ വായിച്ച രണ്ടാമത്തെ പാരഗ്രാഫ്. സുധീർ ഇല്ലേ? ആ അതുള്ള കുട്ടി വായിച്ച അങ്ങോട്ട് വായിച്ചോണ്ട്. ആ ധൈര്യത്തിലാണ് വായിച്ചോ. ഉസ്താദ് മാലിഷ് ബുക്കില്ല, ഡ്യൂട്ടിയിലാണ് ഉസ്താദ് മാലിഷ്. ഡ്യൂട്ടിയിലാ? ഡ്യൂട്ടിയിലാണ്, കഴിഞ്ഞിട്ടില്ല. എന്നാ വേറെ ആള് വായിച്ചാട്ടെ. വഹീദ വായിച്ച. വഹീദ. സുഖല്ല, കഫ്കെട്ടുണ്ടായി, ശ്വാസം തടസ്സമുണ്ട്. വായിക്കാൻ അറിയാം, പക്ഷെ വായിക്കുമ്പോഴേ ഇതൊക്കെയാണ് പ്രശ്നമാവാല. അന്ന് വേറെ ഒരാൾ ആരെങ്കിലും വായിക്കുന്ന. ആ ധൈര്യമായിട്ട് വായിക്ക്. ഫസ്ലുന്ന് തൻവീനുണ്ട്, ഫസ്ലുന്നല്ല. ആ എങ്ങനെ വായിക്കണ്ടേ? ഫസ്ലുൻ. ഇനി ഫസ്ലുന്ന് വായിക്കടേ. എങ്ങനെ വായിക്കണം? ഫസ്ലുൻ. ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ വായിക്കണ്ടേ. ആ വൽ ഇസ്മു ആ നൗആനി ആ സഹീഹുൻ ആ മുത്തല്ലൂന്നാക്ക തൽക്കാലം. സഹീഹുൻ എന്നുള്ളതിന്റെ മേലെ അത്തുഫ. ആ ആ ഹർഫുൻ മിൻ ഹുറൂഫിൽ ഇല്ലത്തി ഹു സൈദിൻ വ അംബ്രീൻ ജൗഫരിൻ വ ഖാലിദിൻ പിന്നെ വൽ മുഅ്തല്ലു മാ കാന ഫീ ഹിരിഹി ഖബ്ലഹ ആഖിരിഹി. പിന്നെ അലിഫുൻ ഖബ്ലഹ ഫതഹത്തുൻ നഹൂൽ അസാ വൽ ഫത വയുസമ്മ മാലിക്കൽ ഇസ്മു മക്സൂറൻ. പിന്നെ കസറത്ത് നഹൂൽ യാഉൻ ഖബ്ലഹ കസറത്തി കസറത്തുന്ന് വാക്കാമോ? മുതാമോഖറല്ലേ? കസറത്തുൻ നഹുൽ ഖാദി. പിന്നെ വൽ ആസി. പിന്നെ വയുസമ്മ ദാലിക്കൽ ഇസ്മു മങ്കൂസൻ. മങ്കൂസൻ. മങ്കൂസ എന്നല്ല വായിക്കുക. അങ്ങനെ വായിക്കണ്ടേ? മങ്കൂസൻ.
മങ്കൂസൻ. അടുത്ത ആഴ്ച ക്ലാസ്സിന് വരുമ്പോൾ ഒരു കടലാസ് പെൻസിൽ കൂർപ്പിച്ച് മുന്നിൽ അവിടെ കൊടുന്നെച്ചോളി. ഞാൻ വായിക്കണതിനനുസരിച്ച് അങ്ങനെ ഏറാവിട്ട് പോയിക്കോളി. വെറുതെ തൊള്ളൊളിച്ചിരിക്കണ്ട, അപ്പോഴേത് പടിയുള്ളൂ. ഞാൻ വായിക്കണതിനനുസരിച്ച് അങ്ങനെ ഏറാവിട്ട് കൊടുത്താൽ മതി. ആകെ ഒരു പാരഗ്രാഫ് 2 പാരഗ്രാഫ് എടുക്കണത് 1 മണിക്കൂർ കൊണ്ട്. അപ്പൊ ഇത് ഏറാവിട്ട് കൊണ്ട് തന്നെ പോണം, അപ്പോഴേത് പടിയുള്ളൂ. അല്ലാതെ ഞാൻ വായിച്ചതന്നെ പിന്നെ ഞങ്ങൾ വായിച്ചിട്ട് പിന്നെ തെറ്റേക്കാരം വായിക്കണത്. ഒരു കടലാസ് പെൻസിൽ എടുക്കുക, എടുക്കരുത്, കടലാസ് പെൻസിലാകണം. എന്നിട്ട് ഞാൻ വായിക്കുന്നതിനനുസരിച്ച് അർക്കത്തിട്ട് കൊണ്ടുപോകണം. പിന്നെ ഈ എടുത്തതൊരു 3-4 വട്ടം വായിച്ചതോണ്ടി പറഞ്ഞത് അവിടെ മനസ്സിലുണ്ടാകണം. അപ്പോ കെലിമത്തുകൾ 3 ഇനാണ്. ഇതൊന്നും ഇനി മറക്കാൻ പാടില്ല. കെലിമത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉടനെ പറയണം. കെലിമത്തുകൾ എത്ര ഇനങ്ങളാ? 3 ഇനങ്ങൾ. ഏതൊക്കെ? ഇസ്മ, ഫീല്, ഹർഫ്. അതൊക്കെ എല്ലാരും പറയേണ്ടതാ, ഒരാളെ കെട്ടിയേൽപ്പിച്ച് പറയേണ്ട അല്ല. ഇനി ഇതൊന്നും വേറെ ഒന്നും പഠിക്കണില്ല. കെലിമത്തുകാരുടെ 3 എണ്ണാണ്: ഇസ്മ, ഫീല്, ഹർഫ്. ഇസ്മില് മാത്രം വരുന്ന ഇറാബ്, ഫീലില് മാത്രം വരുന്ന ഇറാബ്, ഇസ്മിൽ വരാവുന്ന ഇറാബ് റഫഈ നസ്ബ് ജർറ്, ഫീലിൽ വരുന്ന ഇറാബ് റഫഈ നസ്ബ് ജസ്മ്, ഇസ്മിൽ വരാൻ പാടില്ലാത്ത ഇറാബ് ജസ്മ്, ഫീലിൽ വരാൻ പാടില്ലാത്ത ഇറാബ് ഏതാ? ജർറ്. പിന്നെ ഇറാബ് വേറെ ഉണ്ട്, ബിനാദ് വേറെ ഉണ്ട്. ഇറാബ് എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അവസാനം പരിഗണിക്കുന്നത്. മുഅറബ് പിന്നെ ബിനാദ് എന്ന് പറഞ്ഞാലോ ആദ്യം വരാ, അവസാനം വരാ, നടുവിലും വരാ. പിന്നെ മുഅറബ് പറഞ്ഞാൽ എന്താ? ഇറാബ് ചെയ്യാൻ സൗകര്യമുള്ളത്. മുഅറബായ ഇസ്മിന്റെ നിർവചനം എന്താ? ആമില് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അവസാനം എന്ത് ചെയ്യുന്നത്? വ്യത്യാസം വരുന്നത്. വ്യത്യാസം വരാത്തതിനാണ് എന്ത് പറയാ? മബനി എന്ന് പറയാം. മബിനി എന്ന് പറയാ. ഇതൊക്കെ എന്നെ കൊണ്ട് രണ്ടാമത് പറയിപ്പിക്കാതെ വരുത്തണ്ട, അവിടെ ഇരുന്ന് പഠിച്ചോളോണ്ടി. ഒരാഴ്ച ടൈം ഉണ്ട് ഇതിന്. ഇനി ഞാൻ എപ്പോഴെങ്കിലും കെലിമത്ത് എന്താണ് ചോദിക്കുമ്പോത്തിന് മേപ്പെട്ടു നോക്കി ഇരിക്കോണ്ടി. ഫോണില്ലെങ്കിൽ ഞാൻ ഇതോടുകൂടെ നിർത്തും ക്ലാസ്, പഠിക്കണില്ലെങ്കിൽ. എനിക്കിപ്പോ അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിച്ചോളണം എന്നൊന്നുമില്ല. നിങ്ങൾ പഠിക്കണില്ലെങ്കിൽ എപ്പോഴാ നിർത്തണെന്ന് അറിയില്ല. എനിക്ക് നിങ്ങളെ പോക്കണ്ടിട്ട് വലിയൊരു സുഖം കിട്ടണില്ല. പോണോടത്തോളം പോകും. പഠിക്കണില്ലെങ്കിൽ ഞാൻ ഉടനെ നിർത്തും. ഞാൻ വേറൊരു ബാച്ച് തുടങ്ങും. അതാണ്ടാകുക. ഒരാഴ്ച ടൈമുണ്ട്. വായിക്കാനും പഠിക്കാനും ഇറാബ് പറയാനും തെർക്കീബ് പറയാനും ഒക്കെ ഒരാഴ്ച സമയമുണ്ട്. ഇത് പഠിക്കാൻ സാധിക്കും.